പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. അവിടങ്ങളിലായി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങളായിരിക്കുന്നിടത്ത് ദൈവകൃപയിൽ സന്തോഷത്തോടെ ആയിരിക്കുന്നുവെന്ന് വിശ്വസിക്കട്ടെയോ. സ്ട്രെസ്സും ക്ഷീണവും തളർച്ചയും ഒക്കെ ജീവിതത്തിൽ പിശാച് കൊണ്ടുവരും. കാരണം നാം ആരും സൂപ്പർ ഹ്യൂമൻസ് അല്ല, സാധാരണ പച്ചയായ മനുഷ്യരാണ്. തളർന്നു പോകുന്ന, ക്ഷീണിച്ചു പോകുന്ന, ഒറ്റയ്ക്കിരുന്ന് നെടുവീർപ്പെടുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ദൈവത്തിലേ. എന്നാൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ നാം അതിൽ കിടക്കുവാനല്ല, അവിടെ നിന്ന് ചാടി എണ്ണീറ്റ് ബലം പ്രാപിച്ച് മുന്നോട്ട് ഓടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നേരത്തെ ചിന്തയ്ക്കായിട്ട് 1 പത്രോസ് 5 അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. 1 Peter chapter 5 verses 6 and 7. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴത്താണിരിപ്പി. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവി. പ്രൈസ് ഗോഡ്. എല്ലാ സ്ട്രെസ്സിനും ഞാൻ പറഞ്ഞല്ലോ സൊല്യൂഷൻസ് ഉണ്ട്. അതിൽ ചിലത് മാത്രം ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നു. 1, പ്രാക്ടീസ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. നാം നമ്മുടെ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് അതിനെ ടേക്ക് കെയർ ചെയ്യാതിരിക്കും. നാം റെഗുലർ ബേസിസിൽ അതിനെ ടേക്ക് കെയർ ചെയ്താൽ സ്ട്രെസ്സ് നമ്മിൽ അക്യുമുലേറ്റ് ചെയ്യത്തില്ല. സ്ട്രെസ്സ് അക്യുമുലേറ്റ് ചെയ്യുന്നത് നാം നമ്മുടെ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്തിനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. സ്ട്രെസ് ഇല്ലാതെ ജീവിക്കണമെങ്കിൽ ചില ഫൗണ്ടേഷനലായിട്ടുള്ള ഗുഡ് പ്രാക്ടീസസ് ഉണ്ട്, അടിസ്ഥാനപരമായ ചില പ്രാക്ടീസസ്. 1 എക്സസൈസ് റെഗുലറായിട്ട് വ്യായാമം ചെയ്യുക. ഈറ്റ് എ ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റ്, നമ്മുടെ ഭക്ഷണ രീതി. ഗെറ്റ് ഇനഫ് സ്ലീപ്പ്, ആവശ്യത്തിനുള്ള ഉറക്കം നമുക്ക് കിട്ടുക. സ്റ്റേ ആക്റ്റീവ്, തളർന്ന് തൂങ്ങി ചത്തേ പൊത്തോന്നും പറഞ്ഞല്ല, ആക്റ്റീവായിട്ട് ജീവിക്കുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കുക. ആൻഡ് എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ് ദാറ്റ് റിഫ്രഷ് യുവർ മൈൻഡ്. നിൻ്റെ മനസ്സിനെ പുതുക്കുന്ന ചില ആക്ടിവിറ്റീസിലൊക്കെ നീ അങ്ങ് എൻഗേജ് ചെയ്യണം. അതെന്തുമായിരിക്കും? ചിലപ്പോൾ നിൻ്റെ ഫേവററ്റായിട്ടുള്ള ഹോബി ആയിരിക്കും, നിൻ്റെ ഫേവററ്റായിട്ടുള്ള സ്പോർട്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിലെ ചില നാച്ചുറൽ കമ്പോണൻസും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? ഫോർ പ്രിവെൻഷൻ ആൻഡ് റിഡക്ഷൻ ഓഫ് സ്ട്രെസ്സ്. സ്ട്രെസ് ഇല്ലാതാക്കാനും സ്ട്രെസ്സ് കുറയ്ക്കാനും. വേറൊരു കാര്യം ഓർക്കേണ്ടത്, കീപ്പ് എവറിത്തിങ് ഇൻ ഓർഡർ. 1, പ്രാക്ടീസ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. 2, കീപ്പ് എവറിത്തിങ് ഇൻ ഓർഡർ. ഡിസോർഡർ ഈസ് സ്ട്രെസ്ഫുൾ. നമ്മുടെ ബെഡ്റൂം ഒന്ന് കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുക, ഓട്ടോമാറ്റിക്കലി നാം സ്ട്രെസ്ഡായി പോകും. എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് തിരിച്ചു വരുമ്പോൾ ആദ്യം കാണുന്നത് എല്ലാം ഒന്ന് അടുക്കി പെറുക്കിയൊക്കെ വെച്ചിട്ടേ പോകത്തുള്ളൂ. അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ അങ്ങനെ കിടക്കുമ്പം എങ്ങനെ നമ്മുടെ ശക്തി ചോർന്നു പോകുന്നത് നമുക്ക് മനസ്സിലാകത്തില്ല. ഡിസോർഡർ എപ്പോഴും സ്ട്രെസ്ഫുള്ളാണ്. അത് നമ്മളെ നല്ലവണ്ണം ചിന്തിക്കാൻ അനുവദിക്കത്തില്ല. നമ്മുടെ പല പ്രവർത്തനങ്ങളെയും അത് തടയും. നമ്മുടെ പെർഫോമൻസിൻ്റെ ആ ശക്തി കുറച്ച് കളയും. തന്നെയുമല്ല, ഒരു ജോലി ചെയ്ത് തീർക്കാനായിട്ടുള്ള സമയം അതങ്ങ് നീണ്ടു പോകും. ഇൻക്രീസസ് ദ ടൈം ഇറ്റ് ടേക്സ് ടു കംപ്ലീറ്റ് എ ടാസ്ക്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എവിടെയൊക്കെയോ ഡിസോർഡർ ഉണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു, കൂടുതൽ സമയം കൊടുക്കേണ്ടി വന്നിരിക്കുന്നു, കൂടുതൽ എനർജി കൊടുക്കേണ്ടി വന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൽ ഒരു തീരുമാനമെടുത്ത് എല്ലാ കാര്യവും ഞാൻ നല്ല ഓർഡറിലാക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ പല ആസ്പെക്ട്സ് ഉണ്ടല്ലോ നമുക്ക്, അവിടെയൊക്കെ നാം ഓർഡർ കൊണ്ടുവരും. നമ്മുടെ ഫിനാൻസിൽ നാം ഒരു ഓർഡർ കൊണ്ടുവരും. നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പിൽ നമുക്കൊരു ഓർഡർ കൊണ്ടുവരാൻ കഴിയണം. നമ്മുടെ ഡെയിലി നമ്മൾ ചെയ്യുന്ന റുട്ടീനുണ്ടല്ലോ, അതിൽ നിന്ന് നാം
ഒന്ന് ഡിസ്കണക്റ്റ് ചെയ്ത് നോക്കിക്കേ. നമ്മുടെ റുട്ടീനിൽ നിന്ന് നാം ഒരിക്കലും ഡിസ്കണക്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ, വല്ലപ്പം പോലും ഒന്നും മാറി വരാതെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡായി പോകും. നമ്മുടെ സ്ട്രെസ് ലെവൽ ഉയരുമ്പോൾ നമ്മളെക്കൊണ്ട് ചെയ്തെടുക്കാവുന്ന ആ ക്രിയേറ്റിവിറ്റി ഉണ്ടല്ലോ, അതിൽ കുറവ് വരും. ദൈവത്തിൻ്റെ പേർപ്പസിൽ നിന്ന് നമ്മെ വലിച്ച് മാറ്റും. എന്നാൽ നമ്മളൊരു പേസ് ഇട്ട് അതിനൊക്കെ ഒരു വ്യത്യാസം വരുത്തിയെടുക്കുകയാണെങ്കിൽ, ഒരു പുതിയ ഐഡിയയോ പുതിയ സ്ഥലമോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് നിൻ്റെ ഭവനത്തിനകത്ത് നീ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുത്താൽ, അല്ലെങ്കിൽ ഒരു റിഫ്രഷിങ് ബ്രേക്ക് ഒന്ന് എടുത്താലോ, നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ മനസ്സിനെയും ഒക്കെ നമുക്കൊന്ന് റീചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ മനസ്സൊക്കെ ദൈവത്തിൽ റിന്യൂഡായിത്തീരും. അടുത്തത്, ഗീവ് ഗോഡ് കൺട്രോൾ. സകല കൺട്രോളും നാം ദൈവത്തെ അങ്ങ് ഏൽപ്പിക്കണം. പറ്റുമോ? അങ്ങനെ കൊടുക്കുമ്പം ദൈവം നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ടേക്ക് കെയർ ചെയ്യും. എന്തിനു വേണ്ടിയാണ് അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത്? അതവനറിയാം ആ വർക്ക് എന്നാന്ന്. കാരണം അത് നമ്മുടെ വർക്കല്ല. അതുകൊണ്ട് ദൈവം സകലത്തിൻ്റെയും ഒരു ഫുൾ ചാർജ് എടുക്കുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കുക. പലരും സ്ട്രെസ്സിന് ഇരയായിത്തീരുന്നത് അവരുടെ ഹിതം അവർ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണേ അവർ തന്നെത്താൻ സ്ട്രഗിൾ ചെയ്ത് അവരുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരുടെ പ്രോബ്ലംസ് എല്ലാം കൂടെ കുന്നുകൂടി അവരൊരു വലിയ ബേർഡനായിരിക്കും ക്യാരി ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ടുഡേ സറണ്ടർ യുവർ വിൽ ടു ഗോഡ് ആൻഡ് സീ ഹൗ ഹി മാനിഫെസ്റ്റ് ഹിസ് പവർ. അടുത്തത്, റെസ്റ്റ് ഇൻ ഗോഡ്സ് പീസ്. നമുക്ക് വാസ്തവമായ ദൈവത്തിൻ്റെ സമാധാനമുണ്ട് അല്ലേ? അതുകൊണ്ട് നാം ഒരിക്കലും സ്ട്രെസ്ഡ് ഔട്ട് സ്റ്റേറ്റിൽ കഴിയേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഓപ്പോസിറ്റ് എന്തുവാ? വലിയ ജീവിതത്തിലെ വലിയ സ്റ്റോംസൊക്കെ വരുമ്പോഴും നമ്മൾ നല്ല പീസ്ഫുള്ളായിട്ട് ഇരിക്കും. നമ്മൾ ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചവരാ അല്ലേ? വി ആർ മോർ ദാൻ കോൺക്രസ് ത്രൂ ഹിം ഹൂ ലവ്ഡ് us എന്നാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 37-ാം വാക്യം. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 37. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ദാവീദിനെ നമുക്ക് ഉദാഹരണമാക്കിയെടുത്തേ. ഒരു വലിയ തീരുമാനമെടുക്കേണ്ട ഒരു ബാറ്റിൽ അവന് അപ്പോഴും ദൈവത്തിൽ എങ്ങനെ റെസ്റ്റ് ചെയ്യാമെന്നുള്ളത് അവൻ മനസ്സിലാക്കിയിരുന്നു. അവനത് അനുസരിക്കുന്ന ഒരു വ്യക്തിയുമായിരുന്നു. 1 ശമൂവേൽ 17-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം. 1 ശമൂവേൽ ചാപ്റ്റർ 17 വേഴ്സ് 37 ഇങ്ങനെ പറയുന്നു: ദാവീദ് പിന്നെയും സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്തിൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ചെല്ലുക, യഹോവ നിന്നോടുകൂടെ ഇരിക്കും എന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമുക്കും പറയാൻ പറ്റണം, ഈ ദൈവം എന്നെ കഴിഞ്ഞ കാലങ്ങളിൽ വിടുവിച്ചതാണ്, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ റെഡിയാണ്. ഈ കാലഘട്ടത്തിൽ അവൻ എന്നെ എങ്ങനെ വിടുവിക്കുമെന്ന് കാണുവാനും പറയുവാനും. എല്ലാ ബേർഡനും മാറ്റിക്കളയുക. ലെറ്റ് ഗോ ഓഫ് ഓൾ ബേർഡൻസ്. ഹല്ലേലൂയ. 1 പത്രോസ് 5:7 പറയുന്നത്. ഇതിൻ്റെ എല്ലാ ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. നമ്മുടെ എല്ലാ ബേർഡൻസും ആങ്സൈറ്റിയും അവൻ്റെ മേലിടാം. ബേർഡൻ നമുക്ക് സ്ട്രെസ്സ് കൊണ്ടുവരും. അതുകൊണ്ട് അത് മുന്നോട്ട് പിടിച്ചുകൊണ്ട് പോരുത് കേട്ടോ. റൈറ്റ് നൗ ലെറ്റ് ദാറ്റ് ഗോ. ഗിവ് ഇറ്റ് ടു ദ ലോർഡ് ബിക്കോസ് ഹി വിൽ ടേക്ക് സ്പെഷ്യൽ കെയർ ഓഫ് ദാറ്റ് സിറ്റുവേഷൻ. അതുകൊണ്ട് ദൈവം നമ്മുടെ ഫിനാൻഷ്യൽ പ്രോബ്ലം, നമ്മുടെ ഇൽനെസ്, നമ്മുടെ പാസ്റ്റ് ഫെയിലിങ്സ്, ലാക്ക് ഓഫ് ഫൊർഗീവ്നെസ്, അതെല്ലാം ദൈവം തന്നെ ഡീൽ ചെയ്യട്ടെ. നമ്മുടെ ബേർഡിനെ നമ്മൾ വിട്ടുകളഞ്ഞാൽ തന്നെ വി ക്യാൻ റെസ്റ്റ് ഇൻ ഗോഡ്. നാളെ ഓർത്ത് വിലപിക്കേണ്ട കേട്ടോ. പ്രൈസ് ഗോഡ്. മത്തായിയുടെ സുവിശേഷം 6:25 പറയുന്നുണ്ട്, എന്ത് തിന്നും എന്ത് കൊടുക്കുമെന്നൊന്നും ഓർത്ത് നാളേക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല. കാരണം
കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം കരുതുന്നവനാണ്. അതുകൊണ്ട് സ്ട്രെസ്ഡായിട്ട് ഭയപ്പെട്ട് ജീവിക്കേണ്ട കാര്യമില്ല. അടുത്തത് മെഡിറ്റേറ്റ് ഓൺ ഗോഡ്സ് വേർഡ്. ദൈവത്തിൻ്റെ വചനം നാം ധ്യാനിക്കണം. പറ്റുമോ ദൈവപൈതലേ? നമ്മൾ ഇന്നർ ഹീലിങ്ങും ഡെലിവറൻസും പ്രാപിച്ചെടുക്കണം. പറ്റുമോ ദൈവപൈതലേ? ഇതെല്ലാം പ്രാപിച്ചെടുക്കാൻ തക്കോണം നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നീ നല്ല കർത്താവാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങളെ പഠിപ്പിക്കുന്നതും ബുദ്ധി ഉപദേശിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ നീ സഹായിക്കണമേ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.